ടങ് ടൈ അഥവാ നാക്കിനടിയിലെ കെട്ട്. സാധാരണ നമുക്ക് എല്ലാവർക്കും നാക്കിനടിയിൽ ഒരു കെട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ ടങ് ടൈ ഉള്ള കുട്ടികൾക്ക് നാക്കിനടിയിലുള്ള ഈ കെട്ടിന് അല്പം കട്ടി കൂടുതലോ അല്ലെങ്കിൽ വളരെ ചെറുതോ അല്ലെങ്കിൽ നാക്കിൻ്റെ വളരെ അറ്റത്തേക്ക് ഈ കെട്ട് വ്യാപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ടങ് ടൈ എന്ന് വിളിക്കാം. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പാല് വലിച്ചു കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത്. അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് ഒരു പെയിൻ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. കൂടാതെ ഇവരെ വാക്കുകൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നാവ് തിരിച്ചു പറയുന്ന അക്ഷരങ്ങളായിട്ടുള്ള ണ, ട, ള ഇതെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയൊരു കൊഞ്ഞിപ്പ് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ചെറിയൊരു മൈനർ സർജറി കൊണ്ട് ഈ ഒരു ടങ് ടൈ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ടങ് ടൈ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് അവരുടെ നാവ് ഒന്ന് പൊക്കി നോക്കിയാൽ അവിടെ ഒരു ടിഷ്യൂ ഉണ്ടാവും. ആ ടിഷ്യൂ വളരെ അറ്റത്തേക്കാണ് ഉള്ളതെങ്കിൽ ടങ് ടൈ ഉണ്ടെന്ന് മനസ്സിലാക്കാം. കൂടാതെ കുട്ടികളോട് നാവ് നീട്ടാൻ പറയുന്ന സമയത്ത് അവർക്ക് നാവ് ചുണ്ട് കവിഞ്ഞ് നാവ് പുറത്തേക്ക് നീട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നാവ് ചെറിയ ഒരു നീളം കുറഞ്ഞ നാവ് പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പിന്നെ കൂടാതെ അവരുടെ നാവിൻ്റെ അറ്റം ഒരു തിരിച്ചൊരു ഷേപ്പിൽ ഒരു ഹാർട്ട് ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കി കുട്ടിക്ക് ടങ് ടൈ ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു മൈനർ സർജറിയിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം.